ഇതൊരു പ്രേതകഥയാണ്. ഡെഫിനറ്റ്ലി 2/17 അവൻ്റെ ലാസ്റ്റ് സീൻ എന്നുള്ളത് വാട്സപ്പിൽ കാണുന്നുണ്ട്. അതും യെസ്റ്റർഡേ അല്ല, ടുഡേ. ഇത് ഇവൾക്കൊരു പാറ്റേൺ ആയി. ലൈക്ക് ഇവൾ ഈ ലാസ്റ്റ് സീൻ നോക്കാൻ വേണ്ടി മാത്രം എഴുന്നേക്കാൻ തുടങ്ങി. ഇത് ചെയ്യണം എന്നറിയാത്ത പോലെ പകച്ചു നിന്നപ്പോൾ ആ ഓൺലൈൻ്റെ അടിയിൽ ടൈപ്പിംഗ് എന്ന് കാണിക്കാൻ തുടങ്ങി. Storytelling episode of blah blah blah. Actually, first one ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു, ഹൈലി സാറ്റിസ്ഫൈഡ് ആയിരുന്നു വിത്ത് മൈ ഔട്ട്. ഓക്കെ, മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളൊന്നും നെവർ മൈൻഡ്. നമ്മുടെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജ് അല്ലേ, ഡെഫിനറ്റ്ലി ഹാവ് സം ഫ്ലോസ്, ഇറ്റ്സ് ഓക്കെ, ബട്ട് വിൽ റിയലി ട്രൈ ടു ഇംപ്രൂവ് അവർ സെൽസ്. യാ, ഡെഫിനറ്റ്ലി. സോ ഫസ്റ്റ് വൺ ഒരു ഫണ്ണി എന്റർടൈനിങ് കൈൻഡ് ഓഫ് സ്റ്റോറി ആയിരുന്നു, ബട്ട് ദിസ് വൺ ഇസ് എ ഡിഫറെന്റ് വൺ. ലൈക്ക് ഇതൊരു പ്രേതകഥയാണ്. ആക്ച്വലി ഐ എം എ ബിറ്റ് സ്കെയറി വൺ. ലൈക്ക് എനിക്കിങ്ങനെ പ്രേതം, ഭൂതം, മാടൻ, മറുത, പിശാശി, യക്ഷി, കുട്ടിച്ചാത്തൻ അങ്ങനെയുള്ള ഐറ്റംസിനെയൊക്കെ നല്ല പേടിയാണ്. ഇതിനൊന്നും വിശ്വാസമില്ലെങ്കിൽ പോലും വളരെ പേടിയാണ്. കുഞ്ഞുനാളിലേക്ക് കിട്ടിയിട്ടുള്ള ലൈക്ക് സം കൈൻഡ് ഓഫ് ട്രോമാസ് ഓർ എന്തോ ആയിക്കോട്ടെ, എനിക്ക് ഇങ്ങനത്തെ ഐറ്റംസിനോടൊക്കെ എനിക്കിഷ്ടമല്ല. അവരെ പണ്ടേ കണ്ടിന് നേരെ കണ്ടുകൂടാ. ഓക്കെ, അങ്ങനത്തെ ഒരാളാണ് ഞാൻ. ബട്ട് സ്റ്റിൽ just think about my dedication level, you know. Still I am trying my best to present this video in the real authenticity of it, right? ഞാൻ എൻ്റെ റൂമിൽ ഒറ്റയ്ക്കിരുന്ന് ഇരുട്ടത്ത് നിങ്ങൾക്ക് വേണ്ടി ഇത് പ്രസൻറ്റ് ചെയ്യുകയാണ്. ഞാൻ ഇതിൻ്റെ ഇടയിൽ ഞാൻ കറണ്ട് പോയാൽ ഞാൻ അറ്റാക്ക് ഒന്നും മരിച്ചെന്ന് വിചാരിച്ചാൽ മതി. ഓക്കെ ഗൈസ്, സോ യാ, ലെറ്റ്സ് ബിഗിൻ ദ സ്റ്റോറി. ഇത് ജോക്സ് അപ്പാർട്ട്, ദിസ് ഇസ് എ റിയലി സ്കാരി വൺ. സോ ആൻഡ് ഇറ്റ്സ് എ റിയൽ വൺ. So if you guys are watching this video alone in your room, please make sure you are the only one watching this video. Let's begin. Actually, നമ്മുടെ ഹീറോയിൻ്റെ പേര് റിയ എന്നാണ്. റിയ ഒരു 24 വയസ്സുള്ള ഒരു യൂട്യൂബ് ബ്ലോഗർ ആയിരുന്നു. ജസ്റ്റ് ലൈക്ക് മീ, എ ബിഗിനർ. അവൾക്ക് 24 വയസ്സാണുള്ളത്. സോ ഓഫ് കോഴ്സ് നമ്മളെല്ലാവരും പോലെ തന്നെ ഷീ ഹാഡ് എ റിലേഷൻഷിപ്പ് വൺസ്. അതൊരു 8 months മുമ്പ് ബ്രേക്കപ്പ് ആയിട്ടുണ്ടായിരുന്നു. ബോയ് ഫ്രണ്ടിൻ്റെ പേര് ആനന്ദ്. ആനന്ദ് റിയ തമ്മിൽ നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആയിരുന്നു. രണ്ടുപേരും വളരെ നല്ലൊരു കപ്പിൾസ് ആയിരുന്നു. പക്ഷെ ആനന്ദിന് പെട്ടെന്ന് തന്നെ ഖത്തറിലേക്കൊരു ജോബ് ഷിഫ്റ്റ് കിട്ടി, ലൈക്ക് ഒരു പ്രൊമോഷൻ കൈൻഡ്. സോ അവൻ അങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇവർക്ക് ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ അത്ര ട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ലൈക്ക് ഇതെങ്ങനെ വർക്ക്ഔട്ട് ആവുമെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ അവളൊരു 24 year ഉള്ളൊരു ഗേളാണ്. സോ ഷീ ഹാഡ് അതർ പ്ലാൻസ് ടു. സോ ഈ ഒരു റിലേഷൻഷിപ്പ് കറണ്ട് സ്റ്റാറ്റസിൽ സ്റ്റോപ്പ് ചെയ്യാൻ അവർ രണ്ടുപേരോട് തീരുമാനിക്കുകയാണ്. ഇറ്റ്സ് എ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ബ്രേക്കപ്പ്. സോ അതിൽ വലിയ ഡ്രാമയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. രണ്ടുപേരും ബ്രേക്കപ്പായി. ഇവൾ ആനന്ദിനെ ഖത്തറിൽ പോകാൻ വേണ്ടിയിട്ട് എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാനെല്ലാം പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് ബായ് പറഞ്ഞ് രണ്ടുപേരും പിരിയാണ് ചെയ്തത്. 8 months ആയി. ഇപ്പം നമ്മുടെ റിയ ഫ്രീ ആണ്, ടോട്ടലി ഒന്നും ചെയ്യാനില്ല, ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആണ്, പ്രത്യേകിച്ച് വേറെ വർക്കൊന്നുമില്ല. സോ ഒരുപാട് ടൈമുണ്ട്. സോ നമ്മളെല്ലാം പോലെ തന്നെ രാത്രി ഒരു ഉറക്കം കഴിഞ്ഞ് രണ്ടാമത് എഴുന്നേക്കുന്നൊരു ശീലം റിയയ്ക്കും ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ രാത്രി ഉറങ്ങി രണ്ടാമത് എഴുന്നേറ്റ് കഴിയുമ്പോൾ പിന്നെ ഉറക്കത്തിലേക്ക് വീഴാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. ആ ബുദ്ധിമുട്ട് റിയയ്ക്കും ഉണ്ടായിരുന്നു. ആ സമയത്ത് എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ അവൾ ഫോണിലുകൊണ്ടാണ് ചെയ്യുക. സോ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് അധികം ആവാത്തതുകൊണ്ട് തന്നെ റിയയ്ക്ക് ആനന്ദിനെ സ്റ്റോക്ക് ചെയ്യുന്നൊരു ശീലം ഉണ്ടായിരുന്നു. പക്ഷേ അതങ്ങനെ ഒരു എന്താ പറയുക, വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു സ്റ്റോക്കിംഗ് ഒന്നും ആയിരുന്നില്ല. കാഷ്വലി അവൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ ഇൻസ്റ്റ, വാട്സപ്പ് പോലുള്ള സോഷ്യൽ മീഡിയാസൊക്കെ ചെക്ക് ചെയ്യുമായിരുന്നു. സോ അങ്ങനെ ഒരു ദിവസം ഒരു രാത്രി അവൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വാഷ്റൂമിലൊക്കെ പോയി തിരിച്ചു വന്ന് കിടന്നിട്ട് ഉറക്കം വരാഞ്ഞപ്പോൾ അവൾ ഫോണെടുത്ത് ആനന്ദിൻ്റെ കോണ്ടാക്ട് ലിസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്തു. ആനന്ദിൻ്റെ നമ്പർ അവൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അഫ്കോഴ്സ് ബ്രേക്കപ്പ് ആകുമ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നമ്പർ അവൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ലൈക്ക് എന്തെങ്കിലും ഒരു മെസ്സേജോ കോളോ ഒന്നും. പക്ഷേ 2/17 അവൻ്റെ ലാസ്റ്റ് സീൻ എന്നുള്ളത് വാട്സപ്പിൽ കാണുന്നുണ്ടായിരുന്നു. സോ അവൾ പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആയി. കാരണം ഒരാളെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാമല്ലോ,
വാട്സപ്പിൽ പിന്നെ നമുക്ക് അവരുടെ ലാസ്റ്റ് സീനോ അവരുടെ അതർ ആക്ടിവിറ്റീസോ ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ എന്തുകൊണ്ട് അവൾക്ക് ഈ 2:17 AM ലാസ്റ്റ് സീൻ ആനന്ദിൻ്റെ കാണാൻ പറ്റുന്നതെന്ന് ഓർത്തിട്ട് അവളൊന്ന് കൺഫ്യൂസ്ഡായി. പിന്നെ നൈറ്റ് ടൈം ആയതുകൊണ്ട് അവൾ ഒരുപാട് ചിന്തിച്ചില്ല, അവൾ പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയി. പക്ഷെ അവൾക്ക് ആ ഒരു ക്യൂരിയോസിറ്റി ഉള്ളിൽ കിടന്നു. എന്തുകൊണ്ടായിരിക്കും? എന്തെങ്കിലും ഇററാണോ, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സെറ്റിംഗ് അപ്ഡേഷൻസ് ആണോ? അങ്ങനെയുള്ള തോട്ട്സ് എല്ലാം അവളെ ഭയങ്കരമായിട്ട് അലട്ടിക്കൊണ്ടിരുന്നു. സോ അവൾ ഇതുപോലെ പിറ്റേ ദിവസം എഴുന്നേറ്റപ്പോഴും ഫോൺ എടുത്ത് ആനന്ദിൻ്റെ ചാറ്റ് എടുത്ത് നോക്കി. അപ്പോഴും ആനന്ദിൻ്റെ ലാസ്റ്റ് സീൻ 2:17 തന്നെ കാണിക്കുന്നുണ്ടായിരുന്നു. അതും യെസ്റ്റർഡേ അല്ല, ടുഡേ. അപ്പോൾ അവൾ മൊത്തത്തിൽ കിളി പോയ പോലെ. ലൈക്ക് അതെങ്ങനെയാ കറക്റ്റ് ഒരേ ടൈമിൽ തന്നെ 2 ദിവസം അടുപ്പിച്ച് ഒരാൾ എഴുന്നേറ്റ് ലാസ്റ്റ് സീൻ? അവൾക്കൊരു വിയേർഡ് ഫീൽ തോന്നി. പിന്നെ അവൾ ഓർത്തു, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിയും ചിന്തിക്കുന്ന പോലെ തന്നെ ഇറ്റ് മേ ബി എ കോയിൻസിഡൻസ് എന്നവൾ ചിന്തിച്ചു. അങ്ങനെ പിന്നീട് വരുന്ന ദിവസങ്ങളിലും ഇത് ഇവൾക്കൊരു പാറ്റേൺ ആയി. ലൈക്ക് ഇവൾ ഈ ലാസ്റ്റ് സീൻ നോക്കാൻ വേണ്ടി മാത്രം എഴുന്നേക്കാൻ തുടങ്ങി. അങ്ങനെ ഒരു 3-4 ദിവസത്തെ പാറ്റേൺ എടുത്ത് നോക്കിയപ്പോൾ എല്ലാ ദിവസവും ആനന്ദിൻ്റെ ഫോൺ കറക്റ്റ് 2:17 AM ലാസ്റ്റ് സീൻ ആവുന്ന പോലെ വാട്സപ്പ് കാണാം. അവളാകെ ഷോക്കോ കൺഫ്യൂസ്ഡോ എന്തോ തോന്നി. ഒന്നാമത് അവൾ അവനെ ബ്ലോക്ക് ചെയ്താക്കാണ്. ദെൻ പിന്നെ എങ്ങനെയാണ് അവൻ്റെ ലാസ്റ്റ് സീൻ 2:17 എന്നും ഒക്കെ കാണാൻ പറ്റുന്നത്? അവളാകെ കൺഫ്യൂസ്ഡായി. അങ്ങനെ അവൾ അവളുടെ ഒരു കസിനെ കോൾ ചെയ്തു. അവൻ്റെ നമ്പർ പറഞ്ഞു കൊടുത്തിട്ട് ഈ നമ്പറിൽ എന്താ സ്റ്റാറ്റസ് കാണിക്കുന്നത്, ലാസ്റ്റ് സീൻ എന്താന്ന് ഒന്ന് ചെക്ക് ചെയ്ത് പറയുമെന്ന് ചോദിച്ചു. അങ്ങനെ കസിൻ ഈ കോൺടാക്ട് നമ്പർ ജസ്റ്റ് വാട്സപ്പിൽ ടൈപ്പ് ചെയ്ത് നോക്കി. ചാറ്റ് എടുത്തപ്പോൾ ലാസ്റ്റ് സീൻ ലോങ് എഗോ എന്ന് പറഞ്ഞിട്ട്, ലൈക്ക് ലാസ്റ്റ് സീൻ അപ്ഡേറ്റേ അല്ല, കുറേ നാളായി ആക്റ്റീവായിട്ടെന്നുള്ള രീതിക്കാണ് കസിന് കാണിക്കുന്നത്. ആ ഒരു ഇൻഫർമേഷനും അറിഞ്ഞതോടുകൂടി റിയ ആകെ ടെൻസ്ഡായി. ലൈക്ക് എന്താ ഇപ്പം ഉണ്ടായേ? ആകെ എന്തോ ഒരു വട്ട് പിടിച്ച പോലെ. അങ്ങനെ ഒരു ദിവസം അവളുടെ ബർത്ത്ഡേ വന്നു. സോ അവൾ ഇൻറ്റൻഷനലി ഈ ഒരു 2 മണി കഴിഞ്ഞിട്ടും ഉറങ്ങാതെ കാത്തിരിക്കുകയാണ് ഈ 2:17 ഓൺലൈൻ വരുന്ന ആളെ കാണാൻ. അങ്ങനെ 2:16 2:17 ആയപ്പോൾ അപ്പോൾ ആനന്ദിൻ്റെ സ്ക്രീനിൽ ഓൺലൈൻ കാണിച്ചു. സോ അവൾ പെട്ടെന്ന് പാനിക്കായി. ലൈക്ക് അവളൊട്ടും എക്സ്പെക്റ്റ് ആയിരുന്നില്ല. യെസ്, ആനന്ദ് എന്തായാലും ഓൺലൈൻ വരും എന്നറിയാം. പക്ഷെ എന്നാലും അവൾക്ക് ഇതാകെ ഒരു ടെൻഷനായി. അവൾ ഫോണാകെ എന്ത് ചെയ്യണം എന്നറിയാത്ത പോലെ പകച്ചു നിന്നപ്പോൾ ആ ഓൺലൈൻ്റെ അടിയിൽ ടൈപ്പിംഗ് എന്ന് കാണിക്കാൻ തുടങ്ങി. അവൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യണമെന്നറിയില്ല, എങ്ങനെ റിയാക്ട് ചെയ്യണമെന്നറിയില്ല. ലൈക്ക് ഇതൊരു വിയേർഡായിട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ അവൾക്കത് ഫേസ് ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് തോന്നി. അവൾ ആ മെസ്സേജ് കാണണ്ടെന്ന് വെച്ചിട്ട് ഫോൺ ബെഡിലേക്ക് എറിഞ്ഞു. ആ ടൈമിൽ ഒരു 8 സെക്കൻഡിൻ്റെ വോയിസ് നോട്ട് അവൾക്ക് വന്നു. അവളത് പ്ലേ ചെയ്യണമെന്ന് ഒട്ടും വിചാരിച്ചിരുന്നില്ല. പക്ഷെ അത് വോയിസ് നോട്ട് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു അവൾ. എന്തായിരിക്കും ആനന്ദിന് പറയാനുണ്ടാവാന്ന് അവൾക്കറിയില്ല. അപ്പോൾ അവൾ ഭയങ്കര ക്യൂരിയസ് ആയതുകൊണ്ട് തന്നെ ആ വോയിസ് നോട്ട് പ്ലേ ചെയ്തു. അതിൽ ഫസ്റ്റ് ഫ്യൂ സെക്കൻഡ്സ് ഒരു കാറ് ബ്രേക്ക് ആവുന്നതും അത് ക്രാഷ് ആവുന്നതും അത് മണ്ണിൽ ഉരയുന്നതും മെറ്റൽസ് പോയി വേറെ ഏതോ മെറ്റൽസിൽ ഇടിക്കുന്നതുമായ സൗണ്ടായിരുന്നു. പിന്നീടുള്ള ലാസ്റ്റ് ഫ്യൂ സെക്കൻഡ്സ് ഒരു പൊട്ടിച്ചിരിയായിരുന്നു. അത് ആനന്ദിൻ്റെ ചിരിയായിരുന്നു. ലൈക്ക് അവർക്കത് നല്ല ഓർമ്മയുണ്ട്. അവർ പിരിയുന്നതിന് മുമ്പുള്ള ഏതോ ഒരു ബ്യൂട്ടിഫുൾ മൊമെൻറ്റിൽ അവളിങ്ങനെ ടിക്കിൾ ചെയ്തപ്പോൾ അവൾ ചിരിച്ചതിൻ്റെ ഒപ്പം ആനന്ദ് ചിരിച്ചതിൻ്റെ ഒരു റെക്കോർഡ് അവളുടെ കയ്യിലുണ്ടായിരുന്നു. സെയിം വോയിസ് ആയിരുന്നു, സെയിം ലാഫായിരുന്നു. അവൾ അതോടുകൂടി ആ ഫോൺ തന്നെ നശിപ്പിച്ചു. ഫോൺ എറിഞ്ഞു കളഞ്ഞു, സിമ്മൂരി ഒടിച്ചു കളഞ്ഞു. അവളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവൾ ആ ഫോണിൽ ചെയ്തു. എല്ലാം ബാക്ക് ടു നോർമൽ. അങ്ങനെ അതോടുകൂടി ആ ഒരു പ്രശ്നം അവസാനിച്ചു എന്ന് റീ വിശ്വസിച്ചു. അവൾ പുതിയൊരു ഫോൺ എടുത്തു, പുതിയ സിം എടുത്തു, പുതിയ വീട്ടിലേക്ക് മാറി. എല്ലാം അവസാനിച്ച് ലൈഫ് പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് അവൾ വിചാരിച്ചു. അങ്ങനെ ഒരു ദിവസം ഇതുപോലെ അവൾ പിന്നെയും
വാഷ്റൂമിൽ പോകാൻ വേണ്ടി ഉറക്കത്തിൻ്റെ പാതി കഴിഞ്ഞതും എഴുന്നേറ്റ് അവൾ പിന്നെയും ഫോണെടുത്ത് ഇൻസ്റ്റഗ്രാമൊക്കെ സ്ക്രോൾ ചെയ്തപ്പോൾ അറിയാതെ കൈ വാട്സപ്പിലേക്ക് പോയി. വാട്സപ്പ് ആപ്പ് ഓപ്പൺ ആക്കിയപ്പോൾ അത് അഫ്കോഴ്സ് അതൊരു പുതിയ ഫോണാണ്. അവൾ അതിൽ ആനന്ദിൻ്റെ നമ്പർ സേവ് ചെയ്തിട്ടില്ല, ആനന്ദിൻ്റെ നമ്പർ പോലും അവൾക്ക് ഓർമ്മയില്ല. സോ എന്നിട്ടും അവൾ ആ സെർച്ച് ഓപ്ഷനിൽ AN എന്ന് ടൈപ്പ് ചെയ്തു. അപ്പോൾ ആനന്ദിൻ്റെ നമ്പർ അവിടെ പോയി വന്നു. അത് എടുക്കണ്ട, തൊടണ്ട, നോക്കണ്ട എന്നൊക്കെ അവൾക്ക് ഫീൽ ചെയ്തെങ്കിലും നമ്മളൊരു പേടിച്ച് നിൽക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കില്ല നമ്മുടെ ബോഡി ചെയ്യുക. സോ അവളുടെ കൈ ഓട്ടോമാറ്റിക്കലി ആനന്ദിൻ്റെ നമ്പർ ടാപ്പ് ചെയ്തു. പിന്നെയും 2:16 ആനന്ദ് ഓൺലൈനിൽ. അവൾക്ക് ആകെ ടെൻഷനായി. എന്ത് ചെയ്യണം? അവൾക്ക് ഒരു ഐഡിയ ഇല്ല. ഇതെന്താ, ഇതാരാ, അവളെ കളിപ്പിക്കുകയാണോ? മൊത്തത്തിൽ ടെൻഷനായി. അവൾ പോലും അറിയാതെ അവളുടെ കൈ നീ ആരാ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തു. ബട്ട് അത് സെൻഡ് ആവുന്നതിന് മുമ്പ് തന്നെ അതിൽ ബ്ലൂ ടിക്ക് കാണിച്ചു. അവളാകെ ടെൻഷനായി. എന്താ ഇപ്പോൾ ഇവിടെ ഉണ്ടായേ? അവള് കാണണ്ടെന്ന് വെച്ചിട്ട് ഫോൺ ഓഫ് ചെയ്തു. ഓഫ് ചെയ്തപ്പോൾ അവളുടെ റിഫ്ലക്ഷൻ്റെ ബാക്കിൽ പുറകിലായിട്ട് ഒരു കറുത്ത രൂപം അത് അവളെ നോക്കി നിൽക്കുന്നതായിട്ട് അവൾക്ക് തോന്നി. അവൾ പെട്ടെന്ന് പേടിച്ചു. തിരിഞ്ഞു നോക്കിയില്ല. എന്തായിരിക്കും അപ്പുറത്തുണ്ടാവുക, എന്താ അവളെ കാണാൻ നിൽക്കുന്നത്, ഒന്നും അറിയാൻ അവൾക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അവള് ഒന്നും ചെയ്യാതെ ഫോൺ ഓപ്പൺ ആക്കി. വാട്സപ്പ് ഓപ്പൺ ആയതും വാട്സപ്പിലേക്കല്ല, വാട്സപ്പിലെ തന്നെ ക്യാമറ ഓപ്ഷനിലേക്കാണ് അത് ചൂസ് ആയി പോയത്. അവൾ ആ ഫോൺ എടുത്ത് അവളുടെ ഫേസിലേക്ക് പിടിച്ചു. അവളുടെ തൊട്ടു ബാക്കിൽ ആനന്ദ്. കവിളിന്നും കണ്ണീന്നും ഒക്കെ ചോരൊഴുകി 90 ഡിഗ്രിയോളം കഴുത്തൊടിഞ്ഞ് അവളെ നോക്കി, അവളുടെ പഴയ ആ ക്രാക്കായ ഫോൺ കയ്യിൽ പിടിച്ച് അവളെ നോക്കി നിൽക്കായിരുന്നു. Sorry guys, I'm a bit scary. Sorry to kill your mood, okay? Let's come back to the story. Yeah. അവളുടെ കയ്യിൽ നിന്ന് പോയി. എന്ത് ചെയ്യണം, എങ്ങനെ റിയാക്ട് ചെയ്യണം, എന്താ ഇപ്പോൾ ഇവിടെ ഉണ്ടാവണേ, എല്ലാം ഒന്നും ചിന്തിക്കാൻ പറ്റാത്തൊരു. അപ്പം അവളുടെ വാട്സപ്പിലൊരു നോട്ടിഫിക്കേഷൻ, ആനന്ദിൻ്റെ മെസ്സേജ്. ഖത്തറിൽ നിന്ന് കോഴിക്കോട്ടേക്ക് 3200 കിലോമീറ്ററുകൾ കടന്ന് ഞാനിവിടെ എത്താൻ 8 മാസത്തിന് മേളിലായി. ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരുമിച്ച് പോവാം. പിന്നെ ആരും റിയനെ കണ്ടിട്ടില്ല. റിയയുടെ ഫാമിലി, റിയയുടെ ഫ്രണ്ട്സ് എല്ലാവരും അവൾ താമസിച്ചിരുന്ന ആ PGയിൽ പോയിട്ട് ഫുൾ ചെക്ക് ചെയ്തു. അവളെ കണ്ടില്ല. അവളുടെ ഫാമിലി ഫുൾ സെർച്ച് ചെയ്തു. പോലീസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തു. അവൾ മിസ്സിംഗ് ആണ്. അവളുടെ ഫോണില്ല. അവളുടെ ബിലോങ്ങിങ്സ് ഒക്കെ അവിടെ തന്നെയുണ്ട്. ബട്ട് അവളുടെ ഫോണില്ല. അങ്ങനെ ഒരു ഡീറ്റെയിൽസും ഇല്ല. ബാക്ക് എൻഡിൽ ആനന്ദ് മരിച്ചിട്ട് 8 മാസമായി. ഖത്തറിലുണ്ടായിരുന്ന ഒരു കാർ ആക്സിഡൻറ്റിൽ ആനന്ദ് മരിച്ചു. സോ ഇതാണ് നമ്മുടെ സ്റ്റോറി. സോ ഐ ഡോണ്ട് നോ ഇതെങ്ങനെ നിങ്ങൾക്ക് ഇമ്പാക്റ്റായി, നിങ്ങൾക്കിത് ഫീലായോ, നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ടൊരു എന്ത് ഇംപ്രഷൻ ഒന്നും എനിക്കറിയില്ല. ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ഐ എം പ്രസൻറ്റിങ് എ ഗോസ്റ്റ്, a haunted type of story. ലൈക്ക് ഞാനിങ്ങനെയുള്ള കഥകളൊന്നും പറയാറില്ല. എനിക്ക് ഭയങ്കര പേടിയാണ്. എനിക്ക് പ്രേതത്തെ ഭയങ്കര പേടിയാണ്. പ്രേതമില്ല, ബട്ട് എന്നാലും എനിക്ക് അങ്ങനെ ഒരു സങ്കല്പത്തെ ഭയങ്കര പേടിയാണ്. പക്ഷേ ഇത് വെറുതെ ഒരു സ്റ്റോറി മാത്രമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ശരിക്കും രാത്രി എഴുന്നേൽക്കുമ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്ത് AN എന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് 2:17 മെസ്സേജ് കാണാൻ പറ്റിയാലോ.